പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമാക്കിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹീനമായ ആക്രമണത്തിൽ താനൂരിൽ സിപിഎം പ്രവർത്തകരുടെ പ്രതിഷേധം. സിപിഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. താനൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഹീനമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് കേരളം ഉണർന്നത്. സിപിഐഎമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും 10 വർഷക്കാലം കേരളത്തെ നയിച്ച നേതാവും ഇപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സഖാവ് പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള വസതി, അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് വാടകയ്ക്കെടുത്തിട്ടുള്ള വാടക വീട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ വീട്, അദ്ദേഹത്തിന്റെ മരുമകന്റെയും സിപിഐഎമ്മിന്റെ നേതാവുമായിട്ടുള്ള സഖാവ് മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വസതി, ഏതാണ്ട് 12ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയാണ്. നിങ്ങൾ ഇത് കൂട്ടി വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഉടനെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ നടന്നിട്ടുള്ള നാടകം നമുക്ക് നല്ലപോലെ അറിയാം. ആ നാടകത്തിൽ സുപ്രധാനമായ ഒരു റോള് നിർവഹിച്ച ആളാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായി മംഗലാപുരത്തേക്ക് യാത്ര നടത്തി. ഏറ്റവും ദുരൂഹമായ യാത്രയാണ്. ആ യാത്രയിൽ പ്ലാൻ ചെയ്തത് RSSന്റെയും BJPയുടെയും നേതാക്കന്മാരെ കണ്ടു. കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിന് പരാതി പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിനെയും കാണാനല്ല, മറിച്ച് BJPയുടെയും RSSന്റെയും നേതാക്കന്മാരെ കാണാനാണ് അവിടെ മംഗലാപുരത്ത് പോയത്. അതിനുശേഷം നടന്ന നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ അനിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയെയും അമിത്ഷായും ഉൾപ്പെടെയുള്ള BJP RSS നേതാക്കന്മാരെ കണ്ടു. ആ നേതാക്കന്മാരെ കണ്ട് ഉറപ്പിച്ച ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലുടനീളം സിപിഐഎമ്മിന്റെ സമുന്നത നേതാക്കന്മാരുടെ വീടുകളിൽ ഇന്ന് റെയ്ഡ് നടക്കുന്നത്. നമുക്കറിയാം, റെയ്ഡുമായി ബന്ധപ്പെട്ട് എത്രയോ കാലങ്ങളായി കേൾക്കുന്ന ഒരു കഥകളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ കടന്നു വന്നിട്ടുള്ള പ്രചരണങ്ങളാണ് ഈ റെയ്ഡുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട് SFOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചത്. എന്താ അന്വേഷണത്തിന്റെ അനുഭവം? ആ അന്വേഷണത്തിന്റെ അനുഭവം ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരായി പ്രചാരണം നടത്തി. ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രചാരണം നടത്തി. ആ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രൂപത്തിലുള്ള ആരോപണം CPIMന്റെ നേതൃത്വത്തിനെതിരെ ഇവർ ഉയർത്തുകയുണ്ടായി. നിങ്ങൾ കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. ഏരിയ സെക്രട്ടറി സമത് താനാളൂർ അധ്യക്ഷത വഹിച്ചു. M അനിൽകുമാർ സ്വാഗതവും ബാലകൃഷ്ണൻ ചുള്ളിയത്ത് നന്ദിയും പറഞ്ഞു. എഡിറ്റർ ലൈവ്, താനൂർ. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ, കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.